വെൽക്കം ബാക്ക് ടു ഷോയ്റ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെ സോണിക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ സോണിക്ക് ചേർക്കാൻ നമ്മളെ ഫ്രണ്ട് സൈഡിലുണ്ട്, കാണാം. അപ്പോൾ സോണിക്ക് ചേർക്കാനാണ് നമ്മൾ മുന്നേ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വണ്ടിയുടെ ആദ്യത്തെ ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ ക്ലിപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വണ്ടിക്ക് റേഞ്ചില്ല, അപ്പം ലുക്കിലായിരുന്നു വയസ്സ് വണ്ടി കിടന്നത്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നതെന്ന് കണ്ട് വയസ്സ്. പക്ഷെ നമ്മളെ ഇതിൽ ഫോണിലെ റേഞ്ച് തന്നെ ചെറിയ അപ്ഡേറ്റ് ഇഷ്യൂ കാരണം അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളൂ കേട്ടോ വയസ്സ്. അപ്പം നമുക്ക് ഏതായാലും ഈ ചെറുക്കനെടുത്തിട്ട് വേണം നമുക്ക് നേരെ വീട്ടിൽ പോകാൻ. ഇനി വർക്ക് കംപ്ലീറ്റ് ആയില്ല വയസ്സ്, പക്ഷേ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയാലേ പറ്റുള്ളൂ വയസ്സ്. അപ്പം നമുക്ക് ഏതായാലും നേരെ ഇനി ചെറുക്കനെടുത്തിട്ട് വേണം ട്രിപ്പിന് പോകാൻ. പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ബ്ലോഗേഴ്സും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാരാണ്, അപ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ട് വണ്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പിന്നെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ കാറവരം വന്ന് മൂഞ്ചിപ്പിച്ച് പോയതാണ്. വെള്ളം കൊടുക്കണം പൈസ അവരന്മാർക്കൊക്കെ. ഏതായാലും നമ്മളെ ചെറുക്കൻ്റെ ലുക്ക് വേറെ ലെവലാണ്, അത്ര തന്നെ. അപ്പോൾ ഒന്നും പറയാനില്ല, ഒരു വേറെ ലെവൽ ലുക്കാണ്. ഏതായാലും ഈ പേഴ്സണൽ ലുക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ വേറെ ബോഡിയൊക്കെ കിട്ടാനില്ലാതായതുകൊണ്ട് ഈ ഒരു ബോഡി കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് വേറെ ബോഡി കിട്ടണമെന്നില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഇനി വേറെ പിക്ക് ചെയ്ത് പോകാനായി നമ്മൾ വിചാരിച്ചൊരു ബോഡീൻ്റെ കേസ് സെഡോൻ്റെ ബോഡി അത് ഇതിന് മാച്ചാവുന്നതാണ്. പക്ഷെ അത് കെട്ടുമ്പോഴത്തേനും ടൈം കുറച്ചാവും. ഇതാകുമ്പോൾ സിമ്പിളായിട്ട് കെട്ടാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബോഡി പെട്ടെന്ന് കെട്ടാൻ തീരുമാനിച്ചത് ഗൈസ്. അപ്പോൾ ഏതായാലും സുഗണൻ ഫാസ്റ്റിൻ്റെ ഫാസ്റ്റാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഗൈസ്. കാരണം എന്ന് തീരേണ്ടതല്ല ഈ ഒരു വർക്ക്, കുറച്ചുകൂടി ടൈം പിടിക്കേണ്ടതാണ്. സുഗണൻ വിചാരിച്ചപ്പോൾ ഒറ്റയടിക്ക് കിട്ടിയിട്ടുണ്ട് വർക്ക്. അപ്പോൾ ഏതായാലും ഇപ്പം തന്നെ KSRTCക്ക് ഒരു മോന്ത വെച്ച് കൊടുത്തേ പോലെ ആയി ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി എടുത്ത് പോകണം. അങ്ങനെ അവിടെ എത്തിയിട്ട് കാണാം. വൈറ്റിയുടെ വീടിൻ്റെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, വൈറ്റിയുടെ ഹൗസിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന ഏരിയയാണ് വൈറ്റിയുടെ ഏരിയ. അപ്പോൾ ഇതാണ് വൈറ്റിയുടെ ഹൗസ് ഗൈസ്. അപ്പം വൈറ്റി ഇവിടെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം ഗൈസ്. ഗൈസ്, വൈറ്റ് ഇവിടെ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഗൈസ്. എന്തായാലും വൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ട്രിപ്പ് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് വൈറ്റിയുടെ കാണാതെ പോകുന്ന നല്ലതല്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വൈറ്റിനെ കാണാം. എന്തായാലും ഇവിടെ ഒന്ന് കറങ്ങാനുള്ള പെർമിഷൻ ഉണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് വൈറ്റിയുടെ വീട്. ഇവിടെ ആയിരുന്നു ആദ്യം വൈറ്റി നമ്മളെ ബസ്സൊക്കെ ഇവിടെ ആയിരുന്നു സേഫായിട്ട് പാർക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കുക പോകാനാണ്. കാരണം വൈറ്റില്ല ഇവിടെ. എൻഡവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്, നിങ്ങൾ കാണാമായിരുന്നു. ഒരു കിടിലം മോഡിഫൈഡ് ഫോർഡ് എൻഡവർ ആയിരുന്നു അത്. പോലീസ് ഒക്കെ പിടിച്ച് ലാസ്റ്റ് വൈറ്റ് തന്നെ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെയിലിൻ്റെ ഭാഗമായിട്ട് പോയതാണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ ഏതായാലും വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റിയുടെ വണ്ടിയെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പോയത് തന്നെ ബസ്സിലായി പോയി ഗൈസ്. അതായത് നമുക്ക് ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ വൈറ്റിയിൽ കാണാമെന്നാണ്. ഇപ്പം നമ്മൾ നൈറ്റ് ഡ്രൈവാണ്. ഒരു ചെറിയ റോഡ് എന്ന് തന്നെ പറയുമല്ലോ ഗൈസ്. നമ്മളെ ബസ്സിന് തന്നെ ഫുള്ളായിട്ട് പോവും. എന്നാലും ഒരു ബസ് 2 ബസ്സൊക്കെ പോവായുള്ളൂ. അപ്പം ഒരു ചെറിയ റോഡ്, പിന്നെ ഫോണായി സൂക്ഷിച്ചില്ലെങ്കിൽ കുടുങ്ങും എന്ന് തന്നെ പറയുമല്ലോ ഗൈസ്. അപ്പം നമുക്കിനി അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഇപ്പം ഏതായാലും ഒരു ചെറിയ റോഡ് അങ്ങനെ പറയാം ഗൈസ്. അപ്പം ഇനി നമുക്ക് അവിടെയൊക്കെ എത്തിയിട്ട് കാണാം. ഇത് കണ്ടോ ഗൈസ്, നിങ്ങൾ കണ്ടോന്നല്ല, വയ്യനെ കാണില്ല ഗൈസ്. ഏത് വയ്യാണ് പൊണ്ടിയെന്ന് പോലും നിച്ചല്ല. എന്തായാലും വയ്യ കാണാത്ത റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകണം. നൈറ്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയുകയാണെങ്കിൽ വയ്യനെ കാണില്ല ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വ്യൂ പോയിൻ്റ് വരെ ഇങ്ങനെ പോകേണ്ടി വരും. ഏതായാലും വയ്യ റോട്ടിൽ വന്ന് പോയെന്നോ സംശയമുണ്ട് ഗൈസ്. അതാ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇച്ചാതി പണിയാണ് ഗൈസ് സൈഡ് വണ്ടി ഓടിക്കാൻ.
കണ്ണും കാണില്ല ഒന്നും കാണില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മളേതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു റോഡായി പോയി ഗൈസ്. അത് നമ്മളെ വണ്ടിക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ വരികയാണ് ഗൈസ്. അപ്പം ഏതാണ്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. ഇതുണ്ട് ഗൈസ്, ഒന്നും കാണില്ല ഗൈസ്, ഒരു സ്ഥലവും കാണില്ല. വലുത് കറങ്ങി പോകാനാണ്, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അറിയില്ല. ഇപ്പം ഏതായാലും KSRTC ഒക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് റൂട്ടില്ല എന്നാണ് തോന്നുന്നത് ഗൈസ്. ഏതായാലും ഇവിടെയുള്ള ഏരിയാസൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. ഇനി രാത്രിയാണ്, രാവിലെ ആവുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വരും. ദുനിയാവില് പലതുണ്ടിപ്പോ പറയാനേ കടലാസില് നേരാ കണക്കിന് കായി വരും.